അൽ വഹദത്തു റാബിഅത്തു, നാലാമത്തെ യൂണിറ്റ്. നാലാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? അത്തൊയ്റുൽ ഹനൂനു. വായിക്കൂ. അത്തൊയ്റുൽ ഹനൂനു, വാത്സല്യനിധിയായ പക്ഷികൾ, നല്ല സ്നേഹമുള്ള പക്ഷികൾ. പക്ഷികളുടെ കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ? അതാണ് അത്തൊയ്റുൽ ഹനൂനു. ഈ പാഠത്തിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കാം. ഇതിലൊന്നാമത്തെ പാഠത്തിൻ്റെ പേര് അന മഅക. അന എന്ന് പറഞ്ഞാൽ എന്താ? അന ഞാൻ, മഅക നിൻ്റെ കൂടെ. അന മഅക ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഓക്കെ, ഇതാരാണ് പറയുന്നത് അന മഅക എന്ന് നോക്കാം. ഇവിടെ ഒരു മരം കാണുന്നുണ്ടല്ലേ? ഈ മരത്തിൽ ഒരു കൊക്ക് പുറത്തേക്ക് നീട്ടിയിരിക്കുന്നത് കാണുന്നുണ്ടോ? വേഴാമ്പൽ പക്ഷിയുടെ കൊക്കാണത് അല്ലേ? ആ പക്ഷി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. യാ ഹബീബി അന ഫിൻതിലാരിക്ക. യാ ഹബീബി, എൻ്റെ പ്രിയപ്പെട്ടവനെ. ഇത് പെൺവേഴാമ്പലാണ് ഈ പൊത്തിനകത്തുള്ളത്. ആൺവേഴാമ്പലിനെ കാത്തിരിക്കുകയാണല്ലേ? അങ്ങനെ വിളിക്കുകയാണ്, പറയുകയാണ്, യാ ഹബീബി, എൻ്റെ പ്രിയപ്പെട്ടവനെ. അന ഫിൻതിലാരിക്ക, ഐ ആം വെയിറ്റിംഗ് ഫോർ യു, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. അന ഞാൻ, ഫിൻതിലാരിക്ക നിന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ് ഈ പൊത്തിനകത്തുള്ള വേഴാമ്പൽ പക്ഷി. അപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഹബ്ബത്തിർ റീഹു. എന്താണ് ഹബ്ബത്തിർ റീഹു? കാറ്റടിച്ചു. ഹബ്ബ എന്ന് പറഞ്ഞാൽ വീശി, അരീഹു കാറ്റ്. ഹബ്ബത്തിർ റീഹു കാറ്റടിച്ചു, കാറ്റ് വീശി. മാലത്തിൽ അഷ്ജാറു മരങ്ങൾ ആടി ഉലഞ്ഞു. മാല എന്ന് പറഞ്ഞാൽ ചാഞ്ഞു, ചെരിഞ്ഞു അല്ലേ? ആടി ഉലഞ്ഞു എന്ന് പറയാം. കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു. അൽ അസ്ജാർ, എന്താ അൽ അസ്ജാർ? മരങ്ങൾ കാറ്റിലാടി ഉലഞ്ഞു. നസലൽ മത്തറു മഴ പെയ്തു. അപ്പോൾ വേഴാമ്പൽ പക്ഷിക്ക് പേടിയായല്ലേ? കാറ്റടിച്ചു, മഴ പെയ്തു, മരങ്ങളൊക്കെ ആടി ഉലഞ്ഞു. അങ്ങനെ പിന്നെന്ത് സംഭവിച്ചു? ഇതാ മരം പൊട്ടി വീണു. സഖത്തത്ത് ഷജറത്തുൻ, മരം പൊട്ടി വീണു. സഖത്ത മീൻസ് വീണു. സഖത്തത്ത് ഷജറത്തു, മരം വീണു. ഫസഖത മഅഹ ബൂഖീറുൻ, ബൂഖീറും അതിനോടൊപ്പം വീണു. ഫസഖത അപ്പോൾ വീണു, മഅഹ അതിനോടൊപ്പം. ഏതിനോടൊപ്പം? മരത്തിനോടൊപ്പം. മരത്തിനോടൊപ്പം ആരും വീണു? ബൂഖീർ വീണു. ആരാണ് ബൂഖീർ? വേഴാമ്പൽ. മരത്തിനോടൊപ്പം വേഴാമ്പൽ പക്ഷിയും വീണു. വേഴാമ്പലിൻ്റെ തൂവലാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? പാവം വേഴാമ്പൽ. അങ്ങനെ മരം വീണു, വേഴാമ്പൽ വീണു. ആ വീണതൊക്കെ ആര് കണ്ടു? ഖുറാബ് കണ്ടു. അസ്ര ഖുറാബുൻ ഇലൈഹി, കാക്ക അവനിലേക്ക് വേഗം പോയി. അസ്ര ഖുറാബുൻ, ഒരു കാക്ക സ്പീഡിൽ പറന്നുപോയി, വേഗം പോയി. ഇലൈഹി, ആ വേഴാമ്പലിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ കാക്ക ചിന്തിക്കുന്നതാണിതല്ലേ, മാതാ ഹദസ, എന്താണ് സംഭവിച്ചത്? അങ്ങനെ പെട്ടെന്ന് കാക്കക്ക് മനസ്സിലായില്ല ഇതെന്താണ് സംഭവിച്ചത്. പിന്നീട് കാക്കക്ക് കാര്യം മനസ്സിലായി, മരം പൊട്ടി വീണതാണ്, അതിനിടയിൽ വേഴാമ്പൽ പക്ഷിയും വീണിട്ടുണ്ട് എന്ന് കാക്കയ്ക്ക് മനസ്സിലായി. അങ്ങനെ കാക്ക എന്ത് ചെയ്തു? ദഅൽ ഖുറാബു അസ്ദിഖാഅഹു, കാക്ക തൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു. ദഅ വിളിച്ചു, അൽ ഖുറാബു കാക്ക വിളിച്ചു, അസ്ദിഖാഅഹു തൻ്റെ കൂട്ടുകാരെ. അങ്ങനെ കാക്കയുടെ കൂട്ടുകാരൊക്കെ വന്നു. എന്ത് ചെയ്തു? വേഴാമ്പലിനെ പൊക്കിയെടുത്തു, രക്ഷപ്പെടുത്തി. അങ്കദൽ ഗിർബാനു അൽ ബൂഖീറ, അങ്കദ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി. അൽ ഗിർബാനു, എന്താ അൽ ഗിർബാൻ? ഖുറാബിൻ്റെ ജം ആണ് ഗിർബാൻ, കാക്കകൾ. അങ്കദൽ ഗിർബാനു, കാക്കകൾ രക്ഷപ്പെടുത്തി. അൽ ബൂഖീറ, വേഴാമ്പലിനെ. എല്ലാവരും കൂടെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലേ? എങ്ങോട്ടാണ് കാക്കകൾ വേഴാമ്പലിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്? കാക്കയുടെ കൂട്ടിലേക്കാണ് കൊണ്ടുപോയത്.
അങ്ങനെ ഇതാ ഫവസലൽ ബൂക്കീറു ഇലാ ഉശ്ശിൽ ഖുറാബി സാലിമൻ. അങ്ങനെ ബൂക്കീർ വേഴാമ്പൽ കാക്കകളുടെ കൂട്ടിൽ സുരക്ഷിതനായി എത്തി. ഫവസലൽ ബൂക്കീർ എത്തിച്ചേർന്നു ഇലാ ഉശ്ശിൽ ഖുറാബി കാക്കക്കൂട്ടിൽ സാലിമൻ സുരക്ഷിതനായിട്ടെത്തി. അങ്ങനെ വേഴാമ്പൽ കാക്കക്കൂട്ടിൽ കിടക്കുകയാണ്. ലാ തഹസൻ അന മഅക. അപ്പോൾ കാലൽ ഖുറാബുലിൽ ബൂക്കീരി, കാക്ക ബൂക്കീറിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ തഹസൻ. എന്താ ലാ തഹസൻ? നീ ദുഃഖിക്കേണ്ട, ഡോണ്ട് വറി. അന മഅക, ഞാൻ നിന്നോടൊപ്പമുണ്ട്. അന മഅക, ഞാൻ നിന്നോടൊപ്പമുണ്ട്, നീ ദുഃഖിക്കേണ്ട എന്ന് കാക്ക ബൂക്കീറിനോട് പറഞ്ഞു. അപ്പോൾ ബൂക്കീറിന് സമാധാനമായി. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ഉസ്രത്തി, എൻ്റെ കുടുംബം എവിടെ പോയി? എൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു? എൻ്റെ കുട്ടികളുണ്ടായിരുന്നു അല്ലേ മരപ്പൊത്തിൽ, അതിനൊക്കെ എന്ത് സംഭവിച്ചു എന്ന് അപ്പോഴാണ് ബൂക്കീർ ആലോചിക്കുന്നത്. അങ്ങനെ ആ കുടുംബത്തിന് എന്ത് പറ്റി? അത് മരത്തിനോടൊപ്പം വീണിട്ടുണ്ടല്ലേ, അതിനെന്ത് പറ്റിയെന്ന് നമുക്ക് നോക്കാം. പിന്നീട് ഇതിൽ വരും എന്താണ് കുടുംബത്തിന് പറ്റിയത് എന്ന്. ഇനി ഇവിടെ നഖറ വനുലാഹിലു, നമുക്ക് വായിക്കാം, നിരീക്ഷിക്കാം. ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, അവ നമുക്ക് വായിക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ്, സഖത്തൽ ഹുസ്നു. സഖത്ത എന്ന് പറഞ്ഞാൽ വീണു, അൽ ഹുസ്നു കൊമ്പ്. സഖത്തൽ ഹുസ്നു കൊമ്പ് വീണു. പിന്നെ അലർ റിജിലി, റിജില് കാല്, അലർ റിജിലി കാലിൻ്റെ മേൽ. അടുത്തതോ സ്വാഹൽ ബൂക്കീറു, സ്വാഹ എന്ന് പറഞ്ഞാൽ കരഞ്ഞു, ഒച്ചപ്പാടുണ്ടാക്കിയല്ലേ, നിലവിളിച്ചു. അൽ ബൂക്കീർ നിലവിളിച്ചു, ബൂക്കീർ കരഞ്ഞു. ഇവിടെ ചുവന്ന നിറത്തിലെ ഓരോ അക്ഷരങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. എന്തിനാണ് അവ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നത്? അലിഫ് ലാം അല്ലേ, ഒരലിഫും ഒരു ലാമും അവിടെയുണ്ട്. അലിഫും ലാമും കൂടിയുള്ള അക്ഷരം, അതിനാണ് അലിഫ് ലാം എന്ന് പറയുക. സഖത്തൽ ഹുസ്നു, ഹുസ്നുൻ എന്ന വാക്കിൻ്റെ കൂടെ അലിഫ് ലാം ചേർന്നതാണ് അൽ ഹുസ്നു എന്നായത്. അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ സഖത്തൽ ഹുസ്നു എന്നാണ് വായിക്കുക. പിന്നെയോ രണ്ടാമത്തേതിൽ റിജിലുൻ കാലി എന്ന വാക്കിൻ്റെ കൂടെ അലിഫ് ലാം ചേർന്നു, അപ്പോൾ അലർ റിജിലി എന്നാണ് വായിക്കുക. മൂന്നാമത്തേത് ബൂക്കീർ എന്ന വാക്കിൻ്റെ കൂടെ അലിഫ് ലാം ചേർന്നു, അപ്പോൾ കൂട്ടി വായിച്ചത് എങ്ങനെയാണ്? സ്വാഹൽ ബൂക്കീറു. ഇനി ഇവിടെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. എന്താണ്? അൽ ഹുസ്നു എന്ന വാക്കിലും അൽ ബൂക്കീറു എന്ന വാക്കിലും അലിഫ് ലാമിൻ്റെ ലാം ഉച്ചരിച്ചിട്ടുണ്ട്. അൽ ഹുസ്നു എന്നാണ് പറഞ്ഞത്. ബൂക്കീറിൻ്റെ കൂടെ അലിഫ് ലാം വന്നപ്പോഴോ അൽ ബൂക്കീറു എന്നാണ് പറഞ്ഞത്. എന്നാൽ റിജിലിൻ്റെ കൂടെ അലിഫ് ലാം വന്നപ്പോൾ അൽ റിജിലു എന്ന് പറഞ്ഞില്ല, പകരം അർ റിജിലു എന്നാണ് പറഞ്ഞത്. അപ്പോൾ റിജിലിൻ്റെ കൂടെ അലിഫ് ലാം വന്നപ്പോൾ അലിഫ് ലാമിലെ ലാമിനെ നമ്മൾ ഉച്ചരിച്ചിട്ടില്ല, ലാമിനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഹുസ്നിൻ്റെ കൂടെയും ബൂക്കീറിൻ്റെ കൂടെയും അലിഫ് ലാം വന്നപ്പോൾ ലാം നമ്മൾ ഉച്ചരിച്ചു, അൽ ഹുസ്നു എന്നും അൽ ബൂക്കീറു എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ ചില അക്ഷരങ്ങളുടെ കൂടെ അലിഫ് ലാം വന്നാൽ ലാം ഉച്ചരിക്കും, മറ്റു ചില അക്ഷരങ്ങളുടെ കൂടെ അലിഫ് ലാം വന്നാൽ ലാം ഉച്ചരിക്കുകയില്ല. നമ്മുടെ അറബി ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 28. ഈ 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങളുടെ കൂടെ അലിഫ് ലാം വന്നാൽ ലാം ഉച്ചരിക്കും. ബാക്കിയുള്ള 14 അക്ഷരങ്ങളുടെ കൂടെ അലിഫ് ലാം വന്നാൽ ലാം ഉച്ചരിക്കുകയില്ല. ലാം ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ ഖമരിയ, അൽ ഹുറൂഫുൽ ഖമരിയ എന്ന് പറയും. ലാം ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾക്ക് അൽ ഹുറൂഫു ശംസിയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഗൈനിൻ്റെ മുമ്പിലാണ് ആദ്യം അൽ ഹുസ്നു എന്നുള്ള പദം നോക്കൂ. അതിൽ ഏത് അക്ഷരത്തിൻ്റെ മുമ്പിലാണ് അലിഫ് ലാം വന്നിരിക്കുന്നത്? ഗൈനിൻ്റെ മുമ്പിലാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഗൈനിൻ്റെ മുമ്പിൽ അലിഫ്ലാം വന്നപ്പോൾ ലാം ഉച്ചരിച്ചു, അൽ എന്ന് പറഞ്ഞു, അൽ ഹുസ്നു. അതുകൊണ്ട് തന്നെ ഗൈന് അൽ ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ട ഒരു അക്ഷരമാണ്. അതേപോലെ അൽ ബൂക്കീറു എന്ന വാക്കിൽ ബാഇൻ്റെ മുമ്പിലാണ് അലിഫ്ലാം വന്നിരിക്കുന്നത്. ബാഇൻ്റെ മുമ്പിൽ അലിഫ്ലാം വന്നപ്പോഴും അലിഫ്ലാമിലെ ലാമിനെ ഉച്ചരിച്ചു, അൽ ബൂക്കീറു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബാഉം അൽ ഹുറൂഫുൽ ഖമരിയയിൽ പെട്ടതാണ്. എന്നാൽ റിജിലു എന്ന പദത്തിൽ, റിജിലുൻ എന്ന പദത്തിൽ റാഇൻ്റെ മുമ്പിലാണ് അലിഫ്ലാം വന്നിരിക്കുന്നത്. റാഇൻ്റെ മുമ്പിൽ അലിഫ്ലാം വന്നപ്പോൾ അലിഫ്ലാമിലെ ലാമിനെ ഉച്ചരിച്ചോ? ഇല്ല. അൽ റിജിലു എന്ന് പറഞ്ഞില്ല, പകരം അർ റിജിലു എന്നാണ് പറഞ്ഞത്. അപ്പോൾ റാ ഏത് ഹർഫിൽപ്പെട്ടതാണ്? അൽ ഹുറൂഫു ഷംസിയയിൽ പെട്ടതാണ്. റാഇൻ്റെ മുമ്പിൽ അലിഫ്ലാം വന്നപ്പോൾ അലിഫ്ലാമിലെ ലാമിനെ ഉച്ചരിച്ചില്ല. അങ്ങനെ ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ അൽ ഹുറൂഫു ഷംസിയയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് റാ അൽ ഹുറൂഫു ഷംസിയയിൽപ്പെട്ടതാണ്. ഇതേപോലെ ഏതൊക്കെ അക്ഷരങ്ങളാണ് അൽ ഹുറൂഫു ഷംസിയ, ഏതൊക്കെ അക്ഷരങ്ങളാണ് അൽ ഹുറൂഫുൽ ഖമരിയ എന്ന് നമുക്ക് ഇവിടെ നോക്കാം. ഈ താഴെ എന്താണുള്ളത്? നഖറ ഉന്നസ്സ വനഖ്താറുൽ കലിമാത്തിൽ മബ്ദു അത്തബി അൽ വനുമൈസ്. നമ്മൾ പാഠഭാഗത്ത് നോക്കിയിട്ട് അലിഫ്ലാം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ നമുക്ക് കണ്ടെത്താം. എന്നിട്ട് അലിഫ്ലാമിലെ ലാമിനെ ഉച്ചരിക്കുന്ന വാക്കുകൾ ഈ ഒന്നാമത്തെ കോളത്തിലും ലാമിനെ ഉച്ചരിക്കാത്ത വാക്കുകൾ രണ്ടാമത്തെ കോളത്തിലും എഴുതുക. അതായത് അൽ ഹുറൂഫുൽ ഖമരിയ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഒന്നാമത്തെ കോളത്തിലും അൽ ഹുറൂഫു ഷംസിയ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ രണ്ടാമത്തെ കോളത്തിലും എഴുതുക. ഓരോ വാക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അൽ ഹുറൂഫുൽ ഖമരിയ കൊണ്ട് തുടങ്ങുന്ന വാക്കുകളുടെ കൂട്ടത്തിൽ അൽ ഹുസ്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. ഐനാണ് ഇവിടെ ഉള്ളത്, ഗൈനാണ് വേണ്ടത്. അൽ ഹുസ്നു, ഗൈന് അൽ ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്. അടുത്ത കോളത്തിലോ അർ റിജിലു എന്നാണുള്ളത്. റാ അൽ ഹുറൂഫ് ഷംസിയയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അർ റിജിലു എന്നത് രണ്ടാമത്തെ കോളത്തിലുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്ത് നോക്കാം, ഏതൊക്കെ വാക്കുകളിലാണ് അലിഫ്ലാം വന്നത് എന്ന് നോക്കാം. ഇവിടെ ഇതിൽ അലിഫ്ലാം കാണുന്നില്ല. ഓക്കെ, ഇതിലോ? ഇവിടെ ഉണ്ടല്ലേ, അർരീഹു എന്ന് കാണുന്നുണ്ട്. അർരീഹു അല്ലേ എന്നാണ് വായിച്ചത്. അപ്പോൾ റാ എന്തിൽപ്പെട്ടതാണ്? അൽ ഹുറൂഫ് ഷംസിയയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അർരീഹു എന്നത് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. പിന്നെ അൽ അസ്ജാർ എന്ന് കാണുന്നുണ്ടല്ലേ, അൽ അസ്ജാർ എന്നാണ് വായിച്ചത്. അൽ അസ്ജാർ എന്ന് വായിക്കുമ്പോൾ ഹംസയുടെ മുമ്പിലാണ് അലിഫ്ലാം വന്നത്. ഹംസയുടെ മുമ്പിൽ അലിഫ്ലാം വന്നപ്പോൾ അൽ എന്നാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഹംസ ഏത് അക്ഷരത്തിലാണ് പെടുക? അൽ ഹുറൂഫുൽ ഖമരിയയിൽപ്പെടും. അതുകൊണ്ട് അൽ അസ്ജാറു എന്നത് അൽ ഹുറൂഫുൽ ഖമരിയ എഴുതിയ ഒന്നാമത്തെ കോളത്തിൽ എഴുതുക. പിന്നെ അൽ മത്തറു എന്ന് കാണുന്നുണ്ടല്ലേ, അൽ മത്തറു എന്നാണ് പറഞ്ഞത്. ലാമിന് ലാം നമ്മൾ ഉച്ചരിച്ചു, അൽ മത്തറു. ലാം ഉച്ചരിച്ചാൽ ഇവിടെ മീം, അൽ മത്തറുവിൻ്റെ ഒന്നാമത്തെ അക്ഷരം മീമാണല്ലേ. മീമിൻ്റെ മുമ്പിൽ അലിഫ്ലാം വന്നപ്പോൾ ലാമിനെ ഉച്ചരിച്ചു. അപ്പോൾ മീമ് ഏതക്ഷരമാണ്? അൽ ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണല്ലേ. അപ്പോൾ അൽ മത്തറു എന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഈ അൽ ഹുറൂഫുൽ ഖമരിയ എഴുതിയ എവിടെ? ഈ കോളത്തിൽ എഴുതണം. ഏത് കോളത്തിലാണ്? ഇവിടെ പോയി ഈ കോളത്തിലല്ലേ. അൽ ഹുസ്നു എന്നതിൻ്റെ അടിയിൽ അൽ അസ്ജാറു എന്നും അൽ മത്തറു എന്നും എഴുതുക. ഓക്കെ, ഇനിയോ അരീഹു. അരീഹു എന്നത് എവിടെ എഴുതും? അരിജിലു എന്ന് എഴുതിയ കോളത്തിലാണ് അരീഹു എഴുതേണ്ടത് അല്ലേ. അരിജിലു എന്ന് എഴുതിയ കോളത്തിൽ അരീഹു എഴുതുക. അത് രണ്ടും റിജിലും രീഹും ഹുറൂഫുൽ ഷംസിയ കൊണ്ട് തുടങ്ങുന്നതാണ്. രണ്ടും റാ കൊണ്ടാണ് തുടങ്ങുന്നത്. ഇനി അടുത്തത് ഏതാണുള്ളത്? അൽ ഖുറാബു, കാക്ക. അൽ ഖുറാബു എന്നാണ് പറഞ്ഞത്. അൽ ഖുറാബു എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരം ഗൈനാണ് അല്ലേ. അപ്പോൾ ഗൈനിൻ്റെ മുമ്പിലാണ് അലിഫ്ലാം വന്നത്. അപ്പോൾ അലിഫ്ലാമിലെ ലാമിനെ ഉച്ചരിച്ചു, അൽ ഖുറാബു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അൽ ഖുറാബു ഏത് കോളത്തിൽ എഴുതും? ഒന്നാമത്തെ കോളത്തിൽ എഴുതണം. ഹുറൂഫുൽ ഖമരിയയുടെ കോളത്തിൽ എഴുതണം അൽ ഖുറാബു.
ഇനിയോ അടുത്തത് അൽ ഖിർബാനു, അത് ഇറാബിൻ്റെ ജം ആണ് അല്ലേ, അതും ഹുറൂഫുൽ ഖമരിയയുടെ കോളത്തിൽ എഴുതുക, ഗൈനാണ്. അടുത്തത് അൽ ബൂക്കീർ എന്നാണുള്ളത് അല്ലേ. അൽ ബൂക്കീർ ബ ആണ് അലിഫ്ലാമിൻ്റെ ശേഷം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ബായിൻ്റെ മുമ്പിലാണ് അലിഫ്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാമിന് ലാം ഉച്ചരിച്ചു അൽ ബൂക്കീർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അൽ ബൂക്കീർ ഏത് കോളത്തിൽ എഴുതും? അതും ഹുറൂഫുൽ ഖമരിയയുടെ കോളത്തിൽ എഴുതണം. അൽ ബൂക്കീർ അൽ ഹുസ്നിൻ്റെ അടിയിലായിട്ട് എഴുതുക. പിന്നെയോ ഇത്രയുമാണ് അലിഫ്ലാം. അൽഹംദ് അല്ലേ, അൽഹംദു എന്നതും അൽഹംദു എന്നത് ഹാഇൻ്റെ മുമ്പിലാണ് അലിഫ്ലാം വന്നത്. അപ്പോൾ അതും എവിടെ എഴുതണം? അൽ ഹുറൂഫുൽ ഖമരിയ എഴുതിയ കോളത്തിൽ എഴുതണം. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.